നീ വീടാ പേടി വീടാ വീടോ നീ എന്തോ കളിക്കടാ ഇടത്തെ സൈഡ് ഒന്ന് വീടാ അവനെ വീടാ അവനെ വീടാ ഇടത്തെ നടു റോഡാണിത്. എന്താ സാർ ഭയങ്കര ഫോണിൽ കളി ഞാൻ അങ്ങനെ അത് കാര്യം പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് കണ്ടോണ്ട് തന്നെ വരുന്നത് കേട്ടാ വെള്ളാടെ വെള്ള നീ മാറ്റി വെക്കണ്ട നീ പോണ്ടായിരുന്നു എന്താടാ മാറ്റി വെക്കണം. അയ്യോ ഒരു കാര്യം ചോദിക്കട്ടെ 24 മണിക്കൂർ നിങ്ങൾ എല്ലാവരും ഈ ഫോണിൽ തന്നെ. എന്റെ പൊന്നു അമ്മ COVID-19 വന്നതിന് ശേഷം നമ്മൾ എല്ലാരും ഇങ്ങനെ ഞാൻ മാക്സിമം കുറയ്ക്കാൻ തുടങ്ങി പഠിക്കാൻ വേണ്ടിട്ട് ഏത് ഓൺലൈൻ ക്ലാസ്സിലല്ലേ? ഓൺലൈൻ ക്ലാസ്സിൽ 3.5 മണിക്കൂർ 4.5 മണിക്കൂർ അത്രയും പോയി. അതാണ് ഈ 3.5 മണിക്കൂറൊക്കെ പിള്ളേർ അന്ന് ഓൺലൈൻ ക്ലാസ് ആണ് ചെന്നിരുന്ന് പറഞ്ഞ് പിള്ളേർ ഇപ്പൊ അതിന് ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി. ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് വരെ ഇപ്പൊ കണ്ണാടി വെച്ചാണ് പോണത് സാർ. മണിക്കൂർ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇവരെ കൊച്ചു പിള്ളേരൊക്കെ കോവിഡ് ഒക്കെ വന്ന് ആ പ്രശ്നമായിട്ട് ഓൺലൈൻ ക്ലാസ് വഴി പ്രശ്നം എവന്തല്ല ഇത്. ഞാൻ ഇവിടെ 2 റബ്ബർ രണ്ട് റബ്ബറല്ല ഇവിടെ ഒരുപാട് റബ്ബർ. ഏത് റബ്ബറാണ് നീ പറയുന്നത്? അതുകൊണ്ട് അത് 2 റബ്ബർ കഷ്ടമാണ് അത് വച്ചിട്ട് പോകാൻ പറ വഴിയും തെറ്റിപ്പോവും. ഹലോ ചേട്ടാ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പ്രശ്നം ഞാൻ പറയാം. മൊബൈൽ വന്നതിന് ശേഷം കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും മെസ്സേജ് അയച്ചു 1 മണി 2 മണിക്ക് നമ്മൾ നോക്കും. അത് നിനക്ക് വേറെ ആളുള്ളതുണ്ട് അത് വിട അല്ല നമ്മൾ നോക്കണില്ലല്ലോ. അല്ല വേറെ കാര്യമുണ്ട്. ഈ ഫോണില്ലാതെ ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. എന്തെന്നറിയാമോ അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതൊരു വല്ലാത്തൊരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സിൻഡ്രോം പോലെയാണ് സാറേ. കാരണം മൊബൈൽ ഇല്ലാതെ ഇപ്പൊ പിള്ളേരെ കാര്യം വിട് ബാക്കിയുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ മുതിർന്ന ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഇതിന്റെ ദോഷവശങ്ങളെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത്യാവശ്യത്തിന് ഉപയോഗിച്ചാൽ ഓക്കെ. ഇത് 24 മണിക്കൂർ തന്നെയാണ്. ഇത് മുഖേന ജോലി ചെയ്യാൻ പറ്റൂല, ജോലിയിൽ ശ്രദ്ധ വരില്ല, ജീവിതത്തിൽ ശ്രദ്ധ വരില്ല. സ്വന്തം ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിള്ളേരെ കൊണ്ട് അങ്ങ് പോകും തള്ള ഇങ്ങനെ നോക്കി പിള്ള ഏതെങ്കിലും ബാക്കിൽ പോകും എവിടെ ഏതെങ്കിലും ഒരു 1.5 കിലോമീറ്റർ പോകാൻ ചേട്ടാ അയ്യോ മോൻ എവിടെ മോളെവിടെ എന്ന് പറഞ്ഞ് നോക്കി എല്ലാവരും മടിയന്മാരും മടിച്ചുകളി വാങ്ങിക്കൊണ്ടിരിക്കുക. വേറെ കാര്യം ഏറ്റവും എനിക്ക് വിഷമകരമായിട്ടൊരു കാര്യം പറയാം. ഞാനും ഫോൺ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ സത്യം സാറേ ആഹാരം കൊച്ചുങ്ങൾക്ക് ഇപ്പൊ ആഹാരം കൊടുക്കുന്ന തന്നെ മൊബൈല് കാർട്ടൂൺ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കുഞ്ഞും കഴിക്കത്തില്ല. അതേ അവസ്ഥയാണ് ഇപ്പൊ. അച്ഛന്റെ കയ്യിൽ ഞാൻ കൊടുത്തേ കേട്ടോ. മക്കളെ ആവശ്യത്തിന് മാത്രമേ മൊബൈൽ ഉപയോഗിക്കാവൂ. സാറേ ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ലേ സാറേ? ഇതിന് അവനവൻ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ ഇനി ഈ കാലത്ത് നിന്ന് മൊബൈലും കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് അവനവൻ അവന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ ഉപകരണം ഉപയോഗിച്ച് അതിൽ നിന്ന് അവര് മുക്തി നേടുക. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. അതായത് കുറച്ചും കൂടെ ഒന്ന് പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രക്ഷ സ്വയമായിട്ട് നോക്കി അത്യാവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിച്ചാൽ ഓക്കെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ആവശ്യമായ ഒരു ഘടകമുണ്ട്. അമൃതം ആയിരുന്നാലും അധികമായിരുന്നാൽ അമൃതവും വിഷം. അതന്നെ. നിങ്ങൾ സ്വയം മറക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നവർ അരികിലുണ്ടെന്നത് അറിയുക.